ലോകം ശ്വാസമടക്കി പിടിച്ച് നോക്കി നിൽക്കുന്ന ഒരു മഹാമാരി പോലെ പശ്ചിമേഷ്യയിലെ യുദ്ധം പടരുകയാണ്. 2026 മാർച്ചിലെത്തുമ്പോൾ ഈ സംഘർഷം കേവലം അതിർത്തികൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് ഭരണാധികാരികളുടെ നിലനിൽപ്പിനായുള്ള വ്യക്തിപരമായ യുദ്ധമായി മാറിയിരിക്കുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വധിക്കുമെന്ന് IRGC പരസ്യമായി പ്രഖ്യാപിച്ചതും ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ദുരൂഹതകളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റായ സെഫാൻ ന്യൂസിലൂടെ പുറത്തുവിട്ട പ്രസ്താവന കേവലം ഒരു മുന്നറിയിപ്പല്ല, മറിച്ചൊരു മരണ വാറന്റായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രിയെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കൊലയാളി എന്ന് വിശേഷിപ്പിച്ച IRGC നെതന്യാഹു ജീവനോടെ ഉണ്ടെങ്കിൽ ലോകത്തിന്റെ ഏത് കോണിലും പിന്തുടർന്നെത്തി അയാളെ ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഗാസയിലും ലെബനിലും നടന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുമെന്നാണ് ഇറാന്റെ നിലപാട്. ഒരു രാഷ്ട്രത്തലവനെതിരെ മറ്റൊരു രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക സൈനിക വിഭാഗം ഇത്തരത്തിൽ വധഭീഷണി മുഴക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെങ്കിലും മേഖലയിലെ സാഹചര്യം എല്ലാ നിയമങ്ങൾക്കും അപ്പുറത്താണെന്ന് ഇത് തെളിയിക്കുന്നു. നെതന്യാഹുവിനെ കുഞ്ഞുങ്ങളുടെ കൊലയാളി എന്ന് വിളിക്കുന്നതിലൂടെ ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർക്കിടയിലും മുസ്ലിം രാഷ്ട്രങ്ങൾക്കിടയിലും ഇസ്രയേലിനെതിരെയുള്ള വികാരം ആളിക്കത്തിക്കാൻ ഇറാൻ ലക്ഷ്യമിടുന്നു. നെതന്യാഹുവിനെ വധിക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തുമ്പോൾ തന്നെ അദ്ദേഹം ജീവനോടെ ഉണ്ടോ എന്ന സംശയം സോഷ്യൽ മീഡിയയിൽ പുകയുകയാണ്. മാർച്ച് 12-ന് ഇസ്രയേൽ പുറത്തുവിട്ട വീഡിയോയിലെ സാങ്കേതിക പിഴവുകൾ ഇതിന് ആക്കം കൂട്ടി. വീഡിയോയിൽ നെതന്യാഹു സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വലതു കൈയിൽ 6 വിരലുകൾ കണ്ടതാണ് വിവാദമായത്. AI ഉപയോഗിച്ച് നിർമ്മിച്ച ഡീപ് ഫേക്ക് വീഡിയോ ആണിതെന്ന് പലരും വാദിച്ചു. നെതന്യാഹു കൊല്ലപ്പെട്ട വിവരം മറച്ചുവെക്കാൻ ഇസ്രയേൽ സർക്കാർ ശ്രമിക്കുകയാണെന്ന ചോദ്യം അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകരും പരസ്യമായി ഉന്നയിച്ചു. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ നെതന്യാഹുവിന്റെ മകൻ മാർച്ച് 9 മുതൽ നിശബ്ദനാണ്. കുടുംബത്തിലുണ്ടായ ദുരന്തം കാരണമാണ് അദ്ദേഹം അപ്രതീക്ഷിതനായെന്നാണ് അഭ്യൂഹം. എന്നാൽ നെതന്യാഹു സുരക്ഷിതനാണെന്നും ശത്രുക്കൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ അവർ തന്നെ പടച്ചുവിടുന്ന വാർത്തകളാണിതെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. ഇസ്രയേലിൽ നെതന്യാഹുവിനെ കുറിച്ച് അഭ്യൂഹങ്ങൾ പടരുമ്പോൾ ഇറാനിൽ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയെക്കുറിച്ചും സമാനമായ വാർത്തകളാണ് പുറത്തുവരുന്നത്. അയത്തുള്ള അലി ഖമേനിയുടെ മരണശേഷം അധികാരമേറ്റ മുജ്തബയെക്കുറിച്ച് നിരവധി വിവരണങ്ങളാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗവും നൽകുന്നത്. US-ഉം ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ മുജ്തബയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. പരിക്കേറ്റതിനെ തുടർന്ന് മുജ്തബയുടെ ആശയവിനിമയങ്ങൾ പൂർണ്ണമായും IRGC ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളോ വീഡിയോകളോ പുറത്തുവിടാത്തത് പരിക്കുകൾ കാരണം ശരീരരൂപം മാറിയതുകൊണ്ടാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആരോപിച്ചിരുന്നു. ഇറാൻ പോലുള്ള ഒരു രാഷ്ട്രത്തിന്റെ പരമോന്നത നേതാവിന്റെ ശാരീരിക അവസ്ഥ രഹസ്യമാക്കി വെക്കുന്നത് ഭരണകൂടത്തിന് ഉള്ളിൽ ഉണ്ടാകാൻ ഇടയുള്ള അധികാര തർക്കങ്ങൾ ഒഴിവാക്കാനാണെന്നും കരുതപ്പെടുന്നു. യുദ്ധത്തിന്റെ മറ്റൊരു അപകടകരമായ വശം ഫാൾസ് ഫ്ലാഗ് ആക്രമണങ്ങളാണ്. സൗദി അറേബ്യയിലെ ജനവാസ മേഖലകൾക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണം തങ്ങൾ നടത്തിയിട്ടില്ലെന്നാണ് ഇറാൻ ആവർത്തിക്കുന്നത്. ഇറാന്റെ പതാക പതിപ്പിച്ച ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രയേൽ തന്നെ ഈ ആക്രമണം നടത്തുകയും അത് ഇറാന്റെ തലയിൽ കെട്ടിവെച്ച് മുസ്ലിം രാഷ്ട്രങ്ങളെ ഇറാൻ എതിരാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് അവരുടെ ആരോപണം. ഇറാന്റെ ഷഹിദ് ഡ്രോണുകളും സാമ്യമുള്ള ലുക്കാസ് ഡ്രോണുകളുമാണ് ഇതിനായി ഉപയോഗിച്ചതെന്ന് ഇറാൻ സൈനിക വക്താവും വ്യക്തമാക്കി. കുവൈറ്റ്, ഇറാഖ്, തുർക്കി എന്നിവിടങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങളെയും ഇതേ രീതിയിലാണ് ഇറാൻ നോക്കിക്കാണുന്നത്. ഇറാൻ ഇസ്രയേൽ യുദ്ധം ലോകരാഷ്ട്രങ്ങളെ 2 ചേരികളിലാക്കിയിരിക്കുകയാണ്. ഇസ്രയേലിന്റെ സുരക്ഷ ഏതറ്റം വരെയും പോകുമെന്നും ട്രംപ് ഭരണകൂടം വ്യക്തമാക്കുന്നു. എന്നാൽ ഇറാന്റെ നേതൃത്വ മാറ്റത്തെയും മുജ്തബയുടെ പരിക്കിനെയും കുറിച്ച് US നൽകുന്ന വിവരങ്ങൾ എത്രത്തോളം കൃത്യമാണെന്നതിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന റഷ്യയും ചൈനയും ഇറാന് തന്ത്രപരമായ പിന്തുണയും നൽകുന്നുണ്ട്. 2026 ഈ യുദ്ധം ആധുനിക ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ ഒന്നാണ്. ഇത് വെറും ഒരു ഭൂപ്രദേശത്തിന് വേണ്ടിയുള്ള പോരാട്ടമല്ല, മറിച്ച് ഡിജിറ്റൽ യുഗത്തിലെ വിവരയുദ്ധം കൂടിയാണ്. ഒരു വശത്ത് വധഭീഷണികളും മിസൈലുകളും വർഷിക്കുമ്പോൾ മറുവശത്ത് AI വീഡിയോകളും വ്യാജ പ്രചാരണങ്ങളും ജനങ്ങളെ വഴിതെറ്റിക്കുന്നു. നെതന്യാഹു മുജ്തബ ഖമേനി തമ്മിലുള്ള ഈ വ്യക്തിപരമായ പോരാട്ടം പശ്ചിമേഷ്യ എവിടേക്ക് നയിക്കുമെന്നത് വരും ദിവസങ്ങളിലെ സൈനിക നീക്കങ്ങൾ തീരുമാനിക്കും. സമാധാന ശ്രമങ്ങൾ പരാജയപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ലോകം മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെടുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ഇസ്രയേലിന്റെ അടുത്ത സൈനിക നീക്കങ്ങൾ കേവലം പ്രതിരോധത്തിൽ ഒതുങ്ങുന്നതല്ലെന്നും ഇറാന്റെ അധികാര കേന്ദ്രങ്ങളെ നേരിട്ട് തകർക്കുന്ന രീതിയിലുള്ള 2ാം ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്നുമാണ് നിലവിലെ രാഷ്ട്രീയ സൈനിക സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. നെതന്യാഹുവിനെതിരെ ഇറാൻ വധഭീഷണി മുഴക്കിയ സാഹചര്യത്തിൽ ഇസ്രയേൽ തങ്ങളുടെ ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദിനെ ഉപയോഗിച്ച് IRGC ഉന്നത കമാൻഡർമാരെ ലക്ഷ്യമിട്ടുള്ള ടാർഗറ്റ് കില്ലിംഗ് ശക്തമാക്കാൻ സാധ്യതയുണ്ട്. സൈനികമായി ഇറാന്റെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്കും ആണവ നിലയങ്ങൾക്കും നേരെ അതിശക്തമായ വ്യോമാക്രമണം നടത്താനാണ് ഇസ്രയേൽ പദ്ധതിയെന്ന് പ്രതിരോധ വിദഗ്ധരും വിലയിരുത്തുന്നു. ഇത് ഇറാന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കാനും അവരുടെ മിസൈൽ ശേഷി കുറയ്ക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ്. കൂടാതെ ഇറാനിലെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിക്ക് പരിക്കേറ്റുവെന്ന വാർത്തകൾക്കിടയിൽ ഇറാന്റെ സൈനിക നേതൃത്വത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിനായി സൈബർ ആക്രമണങ്ങൾ തീവ്രമാക്കാനും ഇസ്രയേൽ നീക്കമിടുന്നുണ്ട്.
അമേരിക്കയുടെ നേരിട്ടുള്ള സൈനിക പിന്തുണയോടെ ചുവന്ന കടലിലും പേർഷ്യൻ ഗൾഫിലും ഇറാന്റെ കപ്പലുകളെയും വിതരണ ശൃംഖലകളെയും തടയുന്നതിനുള്ള നാവിക ഉപരോധം ഏർപ്പെടുത്താനും സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വത്തെയും സൈനിക ശേഷിയും ഒരുപോലെ തളർത്തുന്ന ഒരു മൾട്ടി ലെയർ ആക്രമണ ശൈലിയായിരിക്കും ഇസ്രായേൽ വരും ദിവസങ്ങളിൽ സ്വീകരിക്കുക. ഇത് മേഖലയിൽ വൻതോതിലുള്ള സൈനിക ചലനങ്ങൾക്കും കാരണമാകും.